സൗരയൂഥത്തെ മൊത്തത്തിൽ വീക്ഷിക്കുമ്പോൾ അതീവ കൃത്യതയോടെ പ്രവർത്തിക്കുന്ന ഒരു യന്ത്ര സംവിധാനമായാണ് നമുക്ക് അനുഭവപ്പെടുക. എന്നാൽ ഇതിന് വിപരീതമായി ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഭ്രമണപഥങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ അരാജകത്വം നിറഞ്ഞൊരു മേഖലയുണ്ട്. ഇവിടെ അനേകം ചെറിയ വസ്തുക്കൾ ബഹിരാകാശത്ത് എല്ലാ ദിശകളിലേക്കും അമിത വേഗതയിൽ പാഞ്ഞു നടക്കുകയും പലപ്പോഴും മറ്റു വസ്തുക്കളുടെ ഭ്രമണപഥങ്ങൾ മറിച്ചു കടക്കുകയും ചെയ്യുന്നു. അവ ചിലപ്പോൾ പരസ്പരം തടസ്സമാവുകയും കൂട്ടിയിടിയിൽ ആയിരക്കണക്കിന് കഷ്ണങ്ങളായി വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ബഹിരാകാശത്തെ ഈ ഒരു പ്രദേശം വളരെയേറെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതിനാൽ വിദൂര ഭാവിയിൽ ഇതിനെന്താണ് സംഭവിക്കാൻ പോവുക എന്നത് ഇന്ന് നമുക്ക് പ്രവചിക്കുവാൻ സാധിക്കുകയേയില്ല. ഇന്ന് നമ്മൾ പോകുന്നത് ആ പ്രദേശത്തേക്കാണ്, ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന ചിഹ്നഗ്രഹ വലയത്തിനുള്ളിലേക്ക്. സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നിഗൂഢമായ മേഖലയാണ് മെയിൻ ആസ്ട്രോയിഡ് ബെൽറ്റ്. ഇന്നിവിടെ കണ്ടെത്തിയ 3 ലക്ഷത്തിലും അധികം ചെറിയ ഗോള വസ്തുക്കൾക്ക് പേരുകളും സംഖ്യാ അടയാളങ്ങളും നൽകിയിട്ടുണ്ട്. രസകരമെന്ന് പറയട്ടെ, ഇവയുടെ ആകെ എണ്ണം 1 ദശലക്ഷത്തിലും അധികമാണ്. ആസ്ട്രോയിഡ് ബെൽറ്റിനെ കുറിച്ചുള്ള പഠനങ്ങളുടെ തുടക്കം 1801 എന്നാണ് നിർവചിക്കപ്പെടുന്നത്. അന്ന് ജ്യോതിശാസ്ത്രജ്ഞന്മാർ 5ാമത്തെ ഗ്രഹത്തിനായുള്ള ദീർഘവും കഠിനവുമായ തിരച്ചിലിനൊടുവിൽ ആകാശത്ത് ഒരു നിഗൂഢ വസ്തുവിനെ കണ്ടെത്തി. അതിൻ്റെ പാരാമീറ്ററുകൾ വെച്ച് നോക്കുമ്പോൾ അതൊരു ഗ്രഹമാണെന്ന് തോന്നിച്ചുവെങ്കിലും അത് വളരെ ചെറുതായിരുന്നു. അന്നത്തെ ഏറ്റവും വികസിതമായ ദൂരദർശിനികൾക്ക് പോലും അതിൻ്റെ ഡിസ്ക് വേർതിരിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. ഗവേഷകർ പുതിയതായി കണ്ടെത്തിയ ഈ വസ്തുവിനെ ഒരു നക്ഷത്രത്തെ പോലെ തിളങ്ങുന്ന ഒരു ബിന്ദുവായിട്ടാണ് കണ്ടത്. അതിനെ സീറീസ് എന്ന് വിളിച്ചു. വളരെ വേഗം തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ട സമാനമായ ഗോള വസ്തുക്കൾ കാണപ്പെട്ടു. ഇവയെ സൂചിപ്പിക്കുവാൻ പുതിയൊരു പദം അവതരിപ്പിക്കേണ്ടി വന്നു. ആ അസാധാരണ ജ്യോതിശാസ്ത്ര വസ്തുക്കളെ അവർ ആസ്ട്രോയിഡുകൾ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതിൻ്റെ അർത്ഥം നക്ഷത്ര സമമായത് എന്നാണ്. ആസ്ട്രോയിഡുകളെ കൂടാതെ സൗരയൂഥത്തിലെ ഈ ഒരു പ്രദേശത്ത് വലിയ അളവിൽ കോസ്മിക് പൊടിപടലങ്ങളും അടങ്ങിയിരുന്നു. പതുക്കെ ചുരുളുകളായി ഉയരുമ്പോൾ ഈ സൂക്ഷ്മകണങ്ങൾ സൂര്യരശ്മികളെ ചിതറിക്കുകയും വളരെ മങ്ങിയ വെളുത്ത വെളിച്ചം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ വെളിച്ചത്തെ രാശിചക്ര വെളിച്ചം, സോഡിക്കൽ ലൈറ്റ് എന്നാണ് വിളിക്കുന്നത്. രസകരമെന്ന് പറയട്ടെ, ഭൂമിയുടെ മധ്യരേഖാ പ്രദേശങ്ങളിൽ ഇത് നഗ്നനേത്രങ്ങളാൽ കാണുവാൻ കഴിയും. ദീർഘകാലങ്ങളോളമായി ഇനി പറയാൻ പോകുന്ന അനുമാനം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരുന്നു. ആസ്ട്രോയിഡ് ബെൽറ്റിലെ വസ്തുക്കൾ തകർന്നുപോയ ഒരു ഗ്രഹത്തിൻ്റെ അവശിഷ്ടങ്ങളായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. എന്നിരുന്നാലും ഈ അനുമാനം അത്ര വിശ്വാസയോഗ്യമല്ല. ഒന്നാമതായി, പ്രധാന ആസ്ട്രോയിഡ് ബെൽറ്റിലെ എല്ലാ വസ്തുക്കളുടെയും ആകെ മാസ് എന്നത് വളരെയേറെ കുറവാണ്. ഏകദേശം 3 × 10⁻21 കിലോഗ്രാം, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ മാസിൻ്റെ 4% മാത്രം. മിക്ക ആസ്ട്രോയിഡുകളും പണ്ടേ ഈ മേഖല വിട്ടുപോയ വസ്തുത പരിഗണിച്ചാൽ പോലും ബാക്കിയുള്ള പാറക്കഷ്ണങ്ങളുടെ ആകെ പിണ്ഡം ഒരു യഥാർത്ഥ ഗ്രഹത്തിന് തുല്യമായ അളവിലുള്ള ഒരു വസ്തു നിർമ്മിക്കുവാൻ പര്യാപ്തമല്ല. രണ്ടാമതായി, വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണ സ്വാധീനം കാരണം ഈ പ്രദേശത്ത് വലിയ ഗോള വസ്തുക്കൾ രൂപപ്പെടാൻ കഴിയില്ല എന്ന് കണക്കുകൾ കാണിക്കുന്നു. ഗണിതശാസ്ത്ര മാതൃകകൾ വെളിപ്പെടുത്തുന്നത് ആസ്ട്രോയിഡ് ബെൽറ്റിലെ ഏറ്റവും വലിയ രൂപീകരണങ്ങൾ പോലും 1000 കിലോമീറ്ററിൽ കൂടുതൽ വ്യാസമുള്ളവയായിരുന്നില്ല എന്നാണ്. അവയുടെ ശക്തനായ ഭീമൻ അയൽക്കാരൻ്റെ ഗുരുത്വാകർഷണ സ്വാധീനം ഇവയുടെ ഭ്രമണപഥങ്ങളെ അസ്ഥിരമാക്കുകയും ഇത് സാധ്യമായ പ്രോട്ടോ പ്ലാനറ്റുകളെ കൂട്ടിയിടിപ്പിക്കുകയും ചെറിയ കഷ്ണങ്ങളായി തകർക്കുകയും ചെയ്തു. ഈ കൂട്ടിയിടിയുടെ അടയാളങ്ങൾ ഇന്നും നമുക്ക് നിരീക്ഷിക്കാനാകും. പ്രധാന ആസ്ട്രോയിഡ് ബെൽറ്റിലെ മിക്ക വസ്തുക്കളും ഒരേ ഘടനയും ഉത്ഭവവുമുള്ള ആസ്ട്രോയിഡ് കുടുംബങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പുകളായി കണക്കാക്കപ്പെടുന്നു. ഇത്തരം വിനാശകരമായ കൂട്ടിയിടികളുടെ ഫലമായിട്ടാണ് ഇവ രൂപപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത്. പ്രധാന ആസ്ട്രോയിഡ് ബെൽറ്റിൻ്റെ അതിരുകൾ തികച്ചും അവ്യക്തമാണ്. ഇതിലെ ഭൂരിഭാഗം വസ്തുക്കളും സൂര്യനിൽ നിന്നും 2.06 മുതൽ 3.27 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അതിരുകൾ മുൻകൂട്ടി നിശ്ചയിക്കുന്നത് വ്യാഴത്തിൻ്റെ ടൈഡൽ ശക്തികളാണ്. ഇവയെ കർക്ക്വുഡ് ഗ്യാപ്പുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ മേഖലകളിൽ എത്തുന്ന ഏതൊരു ഗോള വസ്തുവും ഭീമൻ വാതക ഗ്രഹത്തിൻ്റെ ശക്തമായ ഗുരുത്വാകർഷണ സ്വാധീനം അനുഭവിക്കുകയും അത് അവയുടെ ഭ്രമണപഥങ്ങളെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിലെ വസ്തുക്കളുടെ എണ്ണം കർക്ക്വുഡ് ഗ്യാപ്പുകൾ അപ്പുറമാകുന്നതിനേക്കാൾ വളരെ കുറവാകുന്നത്. കർക്ക്വുഡ് ഗ്യാപ്പുകൾ ബെൽറ്റിൻ്റെ സാധാരണ അതിരുകൾ മാത്രമല്ല, ഇതിനുള്ളിലും കാണപ്പെടുന്നു.
ഇതിലെ ഏറ്റവും വ്യക്തമായ 2 ഗ്യാപ്പുകൾ സൂര്യനിൽ നിന്നും 2.5ഉം 2.86 ആസ്ട്രോണമിക്കൽ യൂണിറ്റും അകലത്തിലാണ്. ആസ്ട്രോയിഡ് ബെൽറ്റിലെ 2 പ്രധാന മേഖലകളായി തിരിച്ചിട്ടുമുണ്ട്: ആന്തരിക ആസ്ട്രോയിഡ് ബെൽറ്റും ബാഹ്യ ബെൽറ്റും. ഇവ തമ്മിലുള്ള അതിര് 2.5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വ്യാസമുള്ള കർക്കുഡ് ഗ്യാപ്പാണ്. ഇത് വ്യാഴവുമായുള്ള ഏറ്റവും ഉയർന്ന ഓർബിറ്റൽ റെസണൻസുമായി പൊരുത്തപ്പെടുന്നു. ബാഹ്യ ബെൽറ്റിലാണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ വസ്തുവായ സീറീസ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗോളവസ്തുവിനെ ആദ്യം ഒരു ഗ്രഹമായിട്ടും പിന്നീട് ഒരു ആസ്ട്രോയിഡായിട്ടും കണക്കാക്കിയിരുന്നു. എന്നാൽ ഒടുവിൽ 2006 ഇതിന് വാമനഗ്രഹം അഥവാ ഡ്വാർഫ് പ്ലാനറ്റ് എന്ന പദവി നൽകി. സീറീസിന് മറ്റ് ഭൂരിഭാഗം വസ്തുക്കളെ പോലെ അല്ലാതെ ഗോളാകൃതി ഉള്ളതുകൊണ്ടാണ് ഇത് സാധ്യമായത്. ഇതിൻ്റെ വ്യാസം ഏകദേശം 940 കിലോമീറ്ററും മാസ് 9.4 × 10⁻20 കിലോഗ്രാമുമാണ്. ഇത് ആസ്ട്രോയിഡ് ബെൽറ്റിൻ്റെ ആകെ പിണ്ഡത്തിൻ്റെ ഏകദേശം 1/3 വരും. ഇത് സീറീസിനെ നമ്മുടെ ഭൂമിയേക്കാൾ ഏകദേശം 6000 മടങ്ങ് ഭാരം കുറഞ്ഞതാക്കുന്നു. ഈ ഡ്വാർഫ് പ്ലാനറ്റിൻ്റെ സൂര്യനിൽ നിന്നുള്ള ഏറ്റവും അകലെയുള്ള ഭ്രമണപഥ ബിന്ദു 2.9 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. സീറീസ് പെരിഹീലിയനിൽ ആയിരിക്കുമ്പോൾ സൂര്യനിലേക്കുള്ള ദൂരം 2.5 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. ഈ സമയത്ത് ഇതിൻ്റെ ഉപരിതല താപനില 239 കെൽവിൻ അല്ലെങ്കിൽ -33 ഡിഗ്രി സെൽഷ്യസിലെത്താം. എങ്കിലും ഇതിൻ്റെ ശരാശരി താപനില എന്നത് 167 കെൽവിൻ അല്ലെങ്കിൽ -106 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. ഈ വസ്തു നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പാറക്കെട്ടുള്ള കാമ്പിന് ഏകദേശം 100 കിലോമീറ്റർ കനമുള്ള മഞ്ഞുപാളി പൊതിഞ്ഞ നിലയിലാണെന്നാണ് കരുതപ്പെടുന്നത്. ഇതിൻ്റെ വ്യാപ്തത്തിൻ്റെ പകുതിയോളം അല്ലെങ്കിൽ മാസിൻ്റെ 20 മുതൽ 30% വരെയും ജലരൂപത്തിലുള്ള മഞ്ഞ് കട്ടകളാണ്. ബെൽറ്റിൻ്റെ ആന്തരിക ഭാഗത്ത് സൗരയൂഥത്തിലെ ഏറ്റവും വലുതും മാസുള്ളതുമായ ആസ്ട്രോയിഡായ വെസ്റ്റ സ്ഥിതി ചെയ്യുന്നു. ഈ വസ്തുവിൻ്റെ ശരാശരി വ്യാസം ഏകദേശം 525 കിലോമീറ്ററും മാസ് 2.6 × 10⁻20 കിലോഗ്രാമുമാണ്. ഇത് സീറീസിൻ്റേതിനേക്കാൾ ഏകദേശം 4/1 കുറവാണ്. ആസ്ട്രോയിഡിൻ്റെ ഭ്രമണപഥം നീളമേറിയതാണ്. ഇതിൻ്റെ അഫിലിയൻ 2.57 ആസ്ട്രോണമിക്കൽ യൂണിറ്റും പെരിഹീലിയൻ 2.15 ആസ്ട്രോണമിക്കൽ യൂണിറ്റുമാണ്. സൂര്യനെ ഒരു തവണ വലംവയ്ക്കുന്നതിന് ഇതിന് 3.6 ഭൗമവർഷങ്ങൾ വേണം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഏക ആസ്ട്രോയിഡ് എന്ന നിലയിലും വെസ്റ്റ ശ്രദ്ധേയമാണ്. ഇതിൻ്റെ വലിപ്പം മാത്രമല്ല, പ്രകാശത്തെ 42% പ്രതിഫലിപ്പിക്കുന്ന ഇതിൻ്റെ തിളക്കമുള്ള ഉപരിതലവും ഇതിന് കാരണമാകുന്നു. ഇതുകൂടാതെ വെസ്റ്റയും ഭൂമിയും തമ്മിലുള്ള ഏകദേശം ഏറ്റവും കുറഞ്ഞ ദൂരം എന്നത് 177 ദശലക്ഷം കിലോമീറ്ററുകൾ മാത്രമാണ്. ആന്തരിക ഘടനയുടെ കാര്യത്തിലും വെസ്റ്റ ഒരു പൂർണ്ണ ഗ്രഹമാണെന്ന് കരുതപ്പെടുന്നു. ഇതിന് നിക്കലും ഇരുമ്പും കൊണ്ടുള്ള ഒരു ലോഹ കേന്ദ്രവും പാറകൾ നിറഞ്ഞ മാൻഡിലുമുണ്ട്. നിലവിൽ ഇതിൻ്റെ ഉപരിതല താപനില -190നും -20നും ഇടയിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ പണ്ടിത് വളരെ ചൂടുള്ളതായിരുന്നു. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട ഭാഗങ്ങൾ ബാൾട്ടസ് സമതലങ്ങളാകാൻ സാധ്യതയുണ്ട്. ഇത്തരം ഭൂപ്രകൃതികൾ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലമോ വലിയ വസ്തുക്കളായുള്ള കൂട്ടിയിടി മൂലമോ ഉണ്ടായതായിരിക്കാം. വെസ്റ്റയിലെ ഏറ്റവും വലിയ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത റിയ സിൽവിയ എന്ന ഭീമൻ ഗർത്തമാണ്. ഇതിന് 500 കിലോമീറ്റർ വ്യാസവും 25,000 മീറ്ററോളം ആഴവുമുണ്ട്. ഇതിൻ്റെ നടുവിൽ സൗരയൂഥത്തിലെ 2ാമത്തെ വലിയ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നുമുണ്ട്. ഇതിന് 22 കിലോമീറ്ററിലധികം ഉയരമുണ്ട്. ശ്രദ്ധേയമായൊരു കാര്യം, ഈ ഗർത്തത്തിൻ്റെ വ്യാസം വെസ്റ്റയുടെ വലിപ്പത്തിന് ഏകദേശം തുല്യമാണ്. പണ്ട് നടന്ന വലിയൊരു കൂട്ടിയിടിയുടെ ഫലമായിട്ടാണ് ഈ ഗർത്തവും വെസ്റ്റ കുടുംബത്തിലെ മറ്റ് ആയിരക്കണക്കിന് ആസ്ട്രോയിഡുകളും രൂപം കൊള്ളാനുള്ള കാരണം. ഇന്ന് ശാസ്ത്രത്തിന് അറിയാവുന്ന പ്രധാന ബെൽറ്റിലെ വസ്തുക്കളുടെ 5% ഈ കുടുംബത്തിൽ ഉൾപ്പെട്ടവരാണ്. മിക്ക ആസ്ട്രോയിഡ് കുടുംബങ്ങളും 2 വലിയ വസ്തുക്കളുടെ കൂട്ടിയിടിയിൽ നിന്നുണ്ടായതാണെന്നാണ് കരുതപ്പെടുന്നത്. ചിലപ്പോൾ ഈ അവശിഷ്ടങ്ങൾ ഗുരുത്വാകർഷണത്താൽ വീണ്ടും ഒന്നിച്ചു ചേരാറുണ്ട്. എന്നാൽ ഇവയ്ക്ക് ഉറപ്പുള്ള ഒറ്റ ശിലയുടെ സ്വഭാവം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ശാസ്ത്രജ്ഞന്മാർ ഇത്തരം രൂപങ്ങളെ റബിൾ പൈൽസ് എന്നാണ് വിളിക്കുന്നത്. സിൽവിയ എന്ന ആസ്ട്രോയിഡ് ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇതിൻ്റെ സാന്ദ്രത ജലത്തേക്കാൾ 20% മാത്രം കൂടുതലേ ഉള്ളൂ. ഇതിനർത്ഥം ഇതിൻ്റെ ഉള്ളിൽ 25 മുതൽ 60% വരെ വിടവുകളുണ്ടാകാമെന്നാണ്. സൂര്യനെ വലംവയ്ക്കുവാൻ സിൽവിയയ്ക്ക് 6.5 വർഷങ്ങൾ വേണം. ചില അവശിഷ്ടങ്ങൾ പ്രധാന വസ്തുവിനോട് ഒട്ടിപ്പിടിക്കാതെ അതിൻ്റെ ഉപഗ്രഹങ്ങളായും മാറാറുണ്ട്. സിൽവിയയ്ക്കും അതുപോലെ ഉപഗ്രഹങ്ങളുണ്ട്. റോമുലോസ്, റിമാസ് എന്നതാണ് സിൽവിയയുടെ 2 ഉപഗ്രഹങ്ങൾ. പല്ലസാണ് മറ്റു ശ്രദ്ധേയമായൊരു വസ്തു. 1802 കണ്ടെത്തപ്പെട്ട ഇത് 2ാമത്തെ വലിപ്പം കൂടിയ ആസ്ട്രോയിഡാണ്.
ഇതിൻ്റെ ഭ്രമണപഥം 35 ഡിഗ്രിയോളം ചെരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേടകങ്ങൾ ഉപയോഗിച്ചതിനെ പഠിക്കുക എന്നത് വളരെയേറെ പ്രയാസമാണ്. പല്ലാസിൻ്റെ ഉപരിതലം സീരീസിനേക്കാളും വെസ്റ്റയേക്കാളും ഒരുപാട് ഗർത്തങ്ങൾ നിറഞ്ഞതാണ്. മിക്ക ആസ്ട്രോയിഡുകളും നഗ്നനേത്രങ്ങൾ കൊണ്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ദൂരദർശിനികൾ കൊണ്ടോ കാണുവാൻ കഴിയാത്തവയാണ്. അത്തരത്തിൽ ഒന്നാണ് ഇൻട്രാനിയ. ഇതൊരു ക്രമരഹിതമായ ആകൃതിയുള്ള വസ്തുവാണ്. ഇതിൻ്റെ ഉപരിതലം 93% പ്രകാശവും ആഗിരണം ചെയ്യുന്നതിനാൽ ഇതിനെ പഠിക്കുക എന്നത് വളരെയേറെ പ്രയാസകരമാണ്. ഇതിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ ഇരട്ടി മാത്രമേ ഉള്ളൂ. ഇൻട്രാനിയ സൂര്യനെ അവലംബിക്കുവാൻ 5 വർഷവും 4 മാസവും സമയമെടുക്കും. ആസ്ട്രോയിഡ് ബെൽറ്റിനുള്ളിൽ ഡ്വാർഫ് പ്ലാനറ്റുകൾ മുതൽ കല്ലുകൾ വരെയുള്ള ദശലക്ഷക്കണക്കിന് വസ്തുക്കൾ ഉണ്ടെങ്കിലും അവ തമ്മിലുള്ള ദൂരം ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളോളമാണ്. അതുകൊണ്ട് ബഹിരാകാശ പേടകങ്ങൾക്ക് ഇതിലൂടെ സുഗമമായി കടന്നു പോകുവാൻ സാധിക്കും. ഇവ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെയേറെ കുറവാണ്. എങ്കിലും 10 ദശലക്ഷം വർഷത്തിലൊരിക്കൽ വലിയ കൂട്ടിയിടികൾ നടക്കാറുണ്ട്. നാസയുടെ ഡോൺ പേടകം 2011 മുതൽ 16 വരെ സീരീസിനെയും വെസ്റ്റയെയും കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ലൂസി പേടകം 2025 ഏപ്രിൽ മാസം 10-ാം തീയതി ഡൊണാൾഡ് ജൊഹാൻസൺ എന്ന ആസ്ട്രോയിഡിനെ സന്ദർശിച്ചു കഴിഞ്ഞു. സൈക്കി പദ്ധതി ലോഹ ആസ്ട്രോയിഡുകളെ പഠിക്കുന്നതിനായി 2023 വിക്ഷേപിച്ചിട്ടുമുണ്ട്. ആസ്ട്രോയിഡുകൾ ശാസ്ത്രീയമായും പ്രായോഗികമായും വളരെയേറെ പ്രധാനപ്പെട്ടവയാണ്. ഇവ സൗരയൂഥം രൂപം കൊണ്ട കാലത്തെ നിധികളാണ്. ഭാവിയിൽ ബഹിരാകാശ പര്യവേഷണങ്ങൾക്കായുള്ള വിഭവങ്ങളുടെ സ്രോതസ്സായി ഇവ മാറും. ചുരുക്കത്തിൽ സൗരയൂഥത്തിലെ ഏറ്റവും ചലനാത്മകവും നിഗൂഢവുമായ മേഖലകളിൽ ഒന്നാണ് പ്രധാന ആസ്ട്രോയിഡ് ബെൽറ്റ്. ഒരു കാലത്ത് തകർന്നൊരു ഗ്രഹത്തിൻ്റെ അവശിഷ്ടങ്ങളാണിവ എന്ന് കരുതിയിരുന്നു. എങ്കിലും വ്യാഴത്തിൻ്റെ ശക്തമായ ഗുരുത്വാകർഷണം മൂലം ഒരു ഗ്രഹമായി രൂപപ്പെടാൻ കഴിയാതെ പോയ പാറക്കഷ്ണങ്ങളാണ് ഇവയെന്ന് ആധുനിക ശാസ്ത്രം തെളിയിക്കുന്നു. സീരീസ് എന്ന ഡ്വാർഫ് പ്ലാനറ്റ് മുതൽ വെസ്റ്റ, സിൽവിയ തുടങ്ങിയ വൈവിധ്യമാർന്ന ഗോളവസ്തുക്കൾ വരെ ഈ മേഖലയിലുണ്ട്. ബഹിരാകാശ പേടകങ്ങൾക്ക് വലിയ അപകടങ്ങൾ കൂടാതെ കടന്നുപോകുവാൻ കഴിയുന്ന അത്ര വിശാലമാണ് ഈ പ്രദേശം. എന്നിരുന്നാലും സൗരയൂഥത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ടൈം ക്യാപ്സ്യൂളായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ ആസ്ട്രോയിഡ് ബെൽറ്റിനെ കാണുന്നത്. ഭാവിയിൽ ബഹിരാകാശ പര്യവേഷണത്തിന് ആവശ്യമായ ലോഹങ്ങളുടെയും മറ്റ് വിഭവങ്ങളുടെയും വലിയൊരു സ്രോതസ്സായി ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓരോ പുതിയ ദൗത്യങ്ങളും മനുഷ്യനെ ഈ വിസ്മയ മേഖലയെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവരാക്കി മാറ്റുന്നു. ആസ്ട്രോയിഡ് ബെൽറ്റിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.